നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർണായകമായ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാലും പൂതി തീരൂല. അത്ര വല്ലാത്ത ക്യാരക്ടറാണ് ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. അതായത് ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് ഒരുപാടൊന്നും വിശദീകരിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഖദീജ ഉമ്മാന്റെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. എന്താണ് അവിടുത്തെ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ മഹദിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്. ഖുവൈലിദ് എന്ന് പറയുന്ന കോടീശ്വരനായ ഒരു മനുഷ്യന്റെ മകളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മക്കക്കാരായ നേരത്തെ 2 കല്യാണം കഴിഞ്ഞ് അതിൽ 2ഓ 3ഓ മക്കൾ അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വരുന്നത്. എന്നിട്ട് മക്കക്കാരായ ആൾക്കാർ കളിയാക്കി, എന്തേ ഖദീജ ഒരു കല്യാണം കഴിച്ച ആളെ കണ്ടോ, സമ്പത്തും ഇല്ല, ഒന്നുമില്ല, വാപ്പയും ഇല്ല, ഉമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല, ഒന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചോയ്സ് റോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരായ പല പ്രമാണിമരായ ആളുകൾ കളിയാക്കി, സമ്പത്തില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തെന്താണെന്നറിയോ? മക്കക്കാരായ ഉന്നതമായ തറവാട്ടിലുള്ള മൊത്തം ആളുകളെ സൽക്കാരത്തിന് വിളിച്ച് വീട്ടിലേക്ക്, എല്ലാവരും സൽക്കാരത്തിന് വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ സൽക്കാരത്തിന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്, ഒരു കാര്യങ്ങൾ അറിയിക്കാനാണ്. എന്താണ്? എനിക്കുള്ള മുഴുവൻ സമ്പത്തും ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഇനി മേലിൽ എൻ്റെ ഭർത്താവ് സമ്പത്തില്ലാത്ത ആളാണെന്ന് പറയരുത്. ഇനി മുതൽ ഞാനാണ് സമ്പത്തില്ലാത്ത ആള്. എൻ്റെ മുഴുവൻ സമ്പത്തും ഭർത്താവിന് കൊടുത്തിരിക്കുന്നു. എന്താണത്? ഭർത്താവിന്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റിയെ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ, സമൂഹത്തിൽ ചിലർ ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം സമ്പത്ത് മുഴുവൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, നമ്മുടെ ഭാഷ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ മിണ്ടി പോകരുത്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മുഴുവൻ സമ്പത്ത് എൻ്റെ ഭർത്താവിനായിരിക്കുന്നു. അതായത് എൻ്റെ ഭർത്താവ് ഒരു നിലക്കും എവിടെയും 1% പോലും കുറവുണ്ടാവരുത് എന്നാഗ്രഹിച്ച് കട്ടക്ക് നിന്നു, കൂടെ നിന്നു ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. ഓരോ ദിവസവും ഖദീജ ഉമ്മ, നമ്മൾ പണ്ടൊരു പാട്ടിൽ ഇങ്ങനെ എന്താണ് മാണിക്യ മലരായ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ്. എന്തുണ്ടായത്? ആ മാണിക്യമലനായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടി അത് തെറ്റാണെന്നാണ് പ്രശ്നം ഉണ്ടായത്. മാണിക്യമലനായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ ഒരാൾ പാടിയിട്ടുണ്ട്. അപ്പൊ അത് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്നാണ് അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ചർച്ചയാക്കിയത്. നമ്മളതിന് അന്നേ മറുപടി പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടിട്ടില്ല. കാരണം ഒരു മുസ്ലിം സിനിമ കാണില്ല. അവന് സിനിമ കണ്ടവൻ പേരിട്ടവനാണ്, പേരിട്ടവന് മാത്രം മുസ്ലിം ആവില്ല. അപ്പൊ ഓൻ ഇസ്ലാമിയത്തില്ല, ഓൻ സിനിമ കണ്ടതാണ്. അതുകൊണ്ട് ഓന് ഇല്ലാത്തൊരു വികാരം വ്രണപ്പെടാൻ ഉണ്ടാവില്ലല്ലോ. അവിടെ എന്താണ്? ആ പാട്ട് സിനിമയിൽ പാടിയതല്ല തെറ്റ്, ആ പാട്ടിന്റെ തെറ്റാണ്. മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടിയതല്ല. ആ പാട്ടിന്റെ അനുപല്ലവിയിൽ പറയുന്നുണ്ട്, കച്ചവടത്തിന് പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോ പ്രണയം തോന്നിയിട്ട് കല്യാണം കഴിച്ചു എന്ന അർത്ഥം വരുന്ന വരി ആ പാട്ടിലുണ്ട്. ആ പാട്ടിന്റെ ഗുരുതരമായ മിസ്റ്റേക്കാണ്. മുസ്ലിമായ മനുഷ്യനെ പാട്ട് പാടാൻ പറ്റൂല. അതിന്റെ പ്രശ്നം എവിടെയെന്നറിയാം? മാപ്പിളപ്പാട്ട് എന്ന പേരിൽ മാപ്പില്ലാ പാട്ടുകളാണ് ഇന്നത്തെ കാലത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ കുറെ പാട്ടിറങ്ങി. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി ടൗണിൽ ഒരു മാപ്പിളപ്പാട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടന്നു. ഇപ്പോഴെന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാനന്ന് അവിടെ നാട്ടിലെ ഒരു കമ്മിറ്റിയിൽ ചെറിയൊരു സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൊണ്ടോട്ടിയിൽ പരിപാടി സംഘടിപ്പിച്ചാണ്. ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഈ അടുത്ത് ഇവിടെ പറഞ്ഞു പോയ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഏറെ പഠനം നടത്തിയിട്ടുള്ള ബാലകൃഷ്ണ പള്ളിക്കുന്ന് മാഷ്, ആ മാഷ് അന്ന് ആ വേദിയിൽ വന്നുകൊണ്ട് മുസ്ലിംസാണ് ബഹുഭൂരിഭാഗം ആ സദസ്സിലുള്ളത്. അവരോട് പറഞ്ഞു, അന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടിന് ആ പാട്ട്. എന്നിട്ട് ബാലകൃഷ്ണ മാഷ് പള്ളിക്കുന്ന്, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്, അദ്ദേഹം പറയാണ്, മുസ്ലിം സുഹൃത്തുക്കളെ ആ പാട്ട് നിങ്ങൾ പാടരുത്, ആ പാട്ട് നിങ്ങൾ കേൾക്കരുത്. കാരണം നിങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകന്റെ പുണ്യ മോളാണ്. ആ മോളെ ഏതോ ഒരു കാമുകൻ ഒരു കാമുകിയെ വിളിക്കുന്നതിന്റെ ഒരു ലാഘവത്തോടു കൂടെ കാമുകിയെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പാടാൻ പറ്റില്ല, ആ പാട്ട് നിങ്ങൾ പാടരുത് എന്ന് അദ്ദേഹം പറയായിരുന്നു. പക്ഷേ മാപ്പിളപ്പാട്ട് ചില ആളുകൾ മനസ്സിലാക്കി പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ മമ്പുറത്ത് തങ്ങളുടെ പാട്ടാണെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാന്നാ. മടവൂർ ഉപ്പാപ്പന്റെ പാട്ടാണെങ്കിൽ മ്യൂസിക് ഉണ്ടെങ്കിലും അങ്ങനെ പറ്റൂല. ഇസ്ലാമിന് അതിനുള്ള നിയമം, അതൊക്കെ പണ്ഡിതന്മാർ പറയും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ നന്നായിട്ടുണ്ടാവണം. നമ്മുടെ വിഷയം എന്തായിരുന്നു? എന്ത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് ഖദീജ ഒരു ഭാര്യ എന്ന രീതിയിൽ ഭർത്താവിന് കൊടുത്ത സപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തപ്പോൾ ആ സമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്ത് കൂടെ നിന്നു. ഖദീജ ഉമ്മാന്റെ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണ്. ഇഷ്ടത്തിന്റെ ഒരു ലോകത്തെ ഏറ്റവും വലിയ ആശിക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഖദീജ ഉമ്മാന്ന്.
കൂടെ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയും. അത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കഴിയുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ ഒന്ന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന്, രണ്ടും ഇങ്ങോട്ട് വേർതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്നാം സ്ഥാനത്ത് രണ്ടാളുണ്ട് എന്ന് പറയേണ്ടി, രണ്ട് ആംഗിളാണ്. ഒന്ന് കൂടെ നിന്ന് എല്ലാം ചെയ്തു. റസൂലുള്ളാഹിന്റെ ഉമ്മാനെ പോലെ സ്നേഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ കൊടുക്കുന്ന സ്നേഹം കൊടുത്തിട്ടുണ്ട് ഖദീജ ഉമ്മ. സഹോദരി കൊടുക്കുന്ന സ്നേഹം കൊടുത്തിട്ടുണ്ട്. ഭാര്യ കൊടുത്തിട്ടുണ്ട്. ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ നന്നായി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം കോടീശ്വരനായ ഹുവൈലിദിന്റെ മകളായിട്ട് ആ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് അവസാനം 3 വർഷം പച്ചിലകളൊക്കെ കഴിക്കുന്ന രീതിയിൽ എൻക്ലേവ്മെന്റ് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് ജീവിച്ചപ്പോൾ ഈ ഖദീജ ഉമ്മ ഒരു അക്ഷരം പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ വലിയ ചില പെണ്ണുങ്ങളൊക്കെ പറയാറ് ഞാൻ വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ മറ്റോടത്തെ ആചാര്യ മോളാണ്. എവിടുത്തെ ആചാര്യ മോള്? നിങ്ങൾ ഒരു ആചാര്യ മോളല്ല, നിങ്ങൾ അബ്ദുള്ളാന്റെ മോളാ. അബ്ദുള്ള എന്ന് പറയാ അള്ളാന്റെ അടിമ. അത് നിങ്ങളും അള്ളാന്റെ അടിമ തന്നെ. ഏതോ ഒരു അബ്ദുള്ളാന്റെ മോള്, നിങ്ങൾ ഏതോ ഒരു അബ്ദുള്ള. ഇവിടെ ഉള്ളവരൊക്കെ അബ്ദുള്ളയാണ്, എല്ലാവരും അബ്ദുള്ളയാണ്. ഒറ്റ കുട്ടിയില്ലാതെ അബ്ദുള്ളയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അബ്ദുള്ളയാണെന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ അബ്ദുള്ള. അവൻ രക്ഷപ്പെടും. അല്ലാതെ ഞാൻ വേറെന്തോ ഞാൻ വലിയ ആളാണെന്ന് പറയുന്ന ആള് അബ്ദുള്ള ആയിട്ടില്ല. എന്താണ്? അബ്ദുൽ ഫാമിലിയാണ്. ആ വലിയ കുടുംബത്തിന്റെ അടിമയാണവൻ. ഞാൻ വലിയ മുതലാളിയാണെന്ന് പറയുന്നവൻ എന്താണ്? അബ്ദുൽ മണിയാണ്. അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ വലിയ സമ്പത്തുള്ള ആളാണ് ഒരാൾ പറഞ്ഞു, ഓന ആ സമ്പത്തിന്റെ അടിമയാണവൻ. ഞാൻ വലിയ സ്ഥാപനത്തിന്റെ ആളാണ്, ഞാൻ വലിയ ബിസിനസ് കൊട്ടാരത്തിന്റെ ആളാന്ന് പറഞ്ഞാൽ ഓന അബ്ദുൽ ബിസിനസ്സാണ്. ഓൻ ബിസിനസിന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയായിട്ടില്ല. അള്ളാന്റെ അടിമയാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ വലിയ സമ്പത്തുള്ളടന്ന് വന്നാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നതാണോ അതൊന്നും ഇവിടെ നോട്ടില്ല. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്ത് റസൂലുള്ളാഹി കൊടുത്തൊരു സപ്പോർട്ട് ചരിത്രത്തിലുണ്ട്. 3 വർഷക്കാലം അവിടെ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് ഭക്ഷണം കിട്ടാതെ ജീവിച്ചപ്പോഴേ ഒരക്ഷരം ഖദീജ പറഞ്ഞിട്ടില്ല.